ഹർഷ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ വരുന്ന ഡാർക്ക്നെസ്, ഇറിറ്റേഷൻ, ബാഡ് ഓർഡർ, അതിനെയൊക്കെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഇറിറ്റേഷൻ, ബാഡ് ഓർഡർ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോണത്. വജൈനൽ ഹെൽത്ത് ഈസ് നോട്ട് വെരി ഓഫൻ ടോക്ഡ് അബൌട്ട്, ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ വുമൻസ് ഹെൽത്ത്. ഇച്ചിങ്, ബോയിൽസ്, ഈസ്റ്റ് ഇൻഫെക്ഷൻസ്, UTI, abnormal discharge, ഇതൊക്കെ വെജൈനൽ ഇഷ്യൂസ് ആണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് അവർ വജൈന. അപ്പം ആ വജൈന നമ്മുടെ അത്രയും ഹെൽത്തി ആക്കിയിട്ടും ക്ലീൻ ആക്കിയിട്ടും വെക്കേണ്ടത് ഇറ്റ്സ് ആർ ഡ്യൂട്ടി അല്ലേ. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പേഴ്സണൽ ഹൈജീൻ. അപ്പം ഇങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട്, ഇറിറ്റേഷൻ, lack of confidence and lack of concentration, basically low self-esteem, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ധാരാളം വരും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വെജൈന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബ്രസ്റ്റ് ഏരിയ, അണ്ടർ ആംസ് ഏരിയ ഒക്കെ അല്ലേ. ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡാർക്ക്നെസ് ഇൻ പ്രൈവറ്റ് ഏരിയാസ്. അണ്ടർ ആംസ്, ബ്രസ്റ്റിൻ്റെ ഏരിയ, നിപ്പിൾ ഏരിയ, വജൈനൽ ഏരിയ, ഇതൊക്കെ ശരിക്കും ഒരുപാട് 90% ആൾക്കാരുടെയും ഭയങ്കരമായിട്ടുള്ള കൺസേൺ ആണ് അവർ. ദാറ്റ് അതെന്താ ഡാർക്കായിട്ടിരിക്കുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ലെറ്റ് മീ ടെൽ യു വൺ തിങ്. വി മസ്റ്റ് ലവ് അവർ ബോഡി അല്ലേ. നമ്മുടെ ബോഡി എങ്ങനത്തെ ആണെങ്കിലും വി മസ്റ്റ് ലവ് ഇറ്റ് ആൻഡ് വി മസ്റ്റ് റെസ്പെക്റ്റ് ഇറ്റ്, നോ മാറ്റർ വാട്ട് ദ കളർ ഈസ്. അപ്പം എസ്പെഷ്യലി ഇന്ത്യൻ സ്കിൻ ടോൺസിന് ഇറ്റ് ടെൻഡ് ടു ഗെറ്റ് ഡാർക്ക്. ഒത്തിരി ക്വയറീസ് എനിക്ക് വരുന്നുണ്ട് ദാറ്റ് ഈ ഡാർക്ക്നെസ് എങ്ങനെ മാറ്റാം എന്നുള്ളത്. ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഡാർക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ടത് ഈ ഡാർക്ക്നെസ് വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. നമ്മൾ പ്യൂബർട്ടി സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോർമോൺസിൽ ഒരുപാട് ചേഞ്ചസ് വരും, വിച്ച് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ മെലാനിൻ പ്രൊഡക്ഷൻ. മെലാനിൻ കൂടുമ്പോഴാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ ഈ ഒരു ഡാർക്ക്നെസ് അനുഭവപ്പെടുന്നത്. നത്തിങ് ടു ബി അഷെയിംഡ് ഓഫ്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ സ്കിൻ ടോൺ അങ്ങനെയാണ് നമ്മുടെ. പിന്നെ ഒരു കാരണം വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ആവുമ്പോഴും നമുക്ക് നമ്മുടെ ബോഡിയിൽ മെലാനിൻ പ്രൊഡക്ഷൻ കൂടും. അങ്ങനെ നെക്ക് ഏരിയ, അണ്ടർ ആംസ്, വജൈനൽ ഏരിയ, ബ്രസ്റ്റ് ഏരിയ ഒക്കെ ഡാർക്ക് ആവും. അയ്യോ ഇത് എൻ്റെ ബോഡിക്ക് മാത്രമാണോ, അയ്യോ അതെന്താ അങ്ങനെ, ആ ഒരു മെൻറ്റാലിറ്റി മാറ്റിക്കളയുക. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, മെൻ വിമൻ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു നാണക്കേട് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ദാറ്റ് നമ്മുടെ അണ്ടർആംസ് ഡാർക്ക് ആണ്, നിപ്പിൾ ഏരിയ ഡാർക്ക് ആണ്, പ്രൈവറ്റ് പാർട്ട് അല്ലെങ്കിൽ വജൈനൽ ഏരിയ നമ്മുടെ ഡാർക്ക് ആണെന്നുള്ള ഇറ്റ്സ് വെരി നോർമൽ. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡാർക്ക്നെസ് വേണ്ടാന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു എ ഡോക്ടർ. ഡോക്ടറിൽ ചെന്ന് കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നു മാക്സിമം ഡോക്ടേഴ്സ് പറയും, ഡു യു റിയലി നീഡ് ഇറ്റ്, റിയലി നിങ്ങൾക്ക് സ്കിൻ ലൈറ്റനിങ് ചെയ്യണോ, അതിൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് മാത്രമേ നിങ്ങൾ മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് തരുള്ളൂ. ഇനി ഇത് മാറ്റാനുള്ളത് നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്,
കെമിക്കൽ പീൽ ഓഫ് ഉണ്ട്, ബ്ലീച്ച് ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ നിങ്ങൾ ഫുള്ളി നിങ്ങൾക്ക് മെൻ്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സ്കിൻ ലൈറ്റനിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിൻ ഡാർക്ക്നെസ് മാറ്റാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പോയാൽ മതി. ബട്ട് പേഴ്സണലി സ്പീക്കിംഗ്, വൈ, എന്തിനാണ് പറഞ്ഞല്ലോ, നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്നത് പോലെ അല്ല നമ്മുടെ ഡാർക്ക്നെസ് മാറ്റുന്നത്. ഇപ്പം ഏരിയ നമ്മുടെ ഡാർക്ക് ആണെങ്കിലും നമ്മൾ മെയിനായിട്ടും നോക്കേണ്ട കാര്യം നമ്മളത് നന്നായിട്ട് ഹൈജീനിക് ആയിട്ട് വെക്കുക, ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളത്. എന്ത് കളറാണെങ്കിലും നമ്മൾ മെയിനായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൻ്റെ ഹൈജീനാണ്, അതിൻ്റെ ക്ലെൻലിനെസ്സിനെയാണ്. ക്ലെൻലിനെസ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ പോയിന്റിലോട്ട് നമ്മൾ കിടക്കുകയാണ്, വിച്ച് ഈസ് ഹൈജീൻ ആൻഡ് ബാഡ് ഓർഡർ ഓഫ് അവർ പ്രൈവറ്റ് പാർട്സ്. നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ടു മെയിൻറ്റെയിൻ യുവർ വജൈന, അണ്ടർ ആംസ് ക്ലീൻ, ഹെൽത്തി ആൻഡ് ഡ്രൈ. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ വജൈനൽ പാർട്സിനെ കുറിച്ചിട്ട് സംസാരിക്കാം. നമ്മുടെ വജൈനയിൽ വരുന്ന ഈസ്റ്റ് ഇൻഫെക്ഷൻ, ബോയിൽസ്, UTIs, അബ്നോർമൽ ഡിസ്ചാർജ്, വജൈനൽ ബോയിൽസ് ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് ഹോം റെമഡീസ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒക്കെ ചെയ്യാം. ബട്ട് സീവിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു എ ഡോക്ടർ, വേറെ ഒന്നും നോക്കരുത്. ഇപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ വെജൈനൽ ബോയിൽസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സോക്ക് ഇൻ വാം വാട്ടർ, ഒരു ടബ് എടുക്കുക, അതിൽ നന്നായിട്ട് വാം വാട്ടർ നിറച്ചിട്ട് കുറച്ച് സോൾട്ട്, ഉപ്പ് ഇട്ടിട്ട് അതിൽ ഇരിക്കുക. ഈ വെജൈനൽ ബോയിൽസ് വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഹെയർ ഫോളിക്കിൾസ്, അതായത് വെജൈനൽ ഏരിയയിൽ ഹെയർ ഫോളിക്കിൾസ് ക്ലോഗ്ഡ് ആകുമ്പോഴാണ്. നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് പിമ്പിൾ വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വെജൈനൽ ഏരിയയിൽ ബോയിൽസ് വരുമ്പോൾ. അപ്പോൾ ബോയിൽസ് വെരി അൺകംഫർട്ടബിൾ, ഈ ബോയിൽസ് എന്ന് പറയുന്നത്. അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് വാം വാട്ടറിൽ നമ്മളൊന്ന് ഇരുന്ന് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെയിലി ഒരു ത്രൈസ് എങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലീഫാണ് കിട്ടുന്നത്. റെഗുലർലി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വെജൈനൽ ഹെൽത്തിൻ്റെ ഇഷ്യൂ എന്താണോ എന്ന് വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇൻക്ലൂഡ് യോഗേർട്ട് ഇൻ യുവർ ഡയറ്റ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഭയങ്കര ചൂട് വെതറാണ്. സോ യോഗേർട്ട്, അതായത് പ്രോബയോട്ടിക്സ് ക്യാൻ ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. അതായത് നമ്മുടെ പ്രോബയോട്ടിക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊള്ളില്ലാത്ത ബാക്ടീരിയനെ അത് ഇല്ലാണ്ടാക്കി കളയും. സോ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് യോഗേർട്ട്, തൈര്, കേർഡ് നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. ഉച്ചയ്ക്ക് കഴിക്കുക, സംഭാരമായിട്ട് കഴിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ മോരായിട്ടും എങ്ങനെയെങ്കിലും യോഗേർട്ട്, വെറുതെ ആണെങ്കിൽ യോഗേർട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. ആൻഡ് യോഗേർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെജൈനൽ ഏരിയയിൽ അപ്ലൈ ചെയ്യാം. വെജൈനയുടെ പുറത്തെ ഏരിയയിൽ ആ ഒരു വൾവയുടെ പാർട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൈര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിലീഫായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ആംസിൻ്റെ ഏരിയയിലും നമുക്ക് യോഗേർട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു ഈസ്റ്റ് ഇൻഫെക്ഷനൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാകും. ആൻഡ് ആ ഒരു ബാഡ് ഓർഡർ വരുന്നതും നമുക്ക് മാറ്റാൻ പറ്റും. നെക്സ്റ്റ്, ചേഞ്ച് പാഡ്സ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവെൽസ്. വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ പാഡ്സ് റെഗുലർ ഇൻ്റർവെൽസിൽ ചേഞ്ച് ചെയ്യുക. പാഡ്സ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. അതല്ല നിങ്ങൾ ടാമ്പോൺസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഹൈജീനും നിങ്ങൾ നോക്കണം. അതല്ല നിങ്ങൾ കപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതും റെഗുലർ ഇൻ്റർവെൽസിൽ നിങ്ങൾ പുറത്തെടുക്കുക, വാഷ് ചെയ്യുക, ദെൻ ഇൻസേർട്ട് ചെയ്യുക. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയ, വെജൈനൽ ഏരിയ എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെയർ കംഫർട്ടബിൾ ക്ലോത്തിങ്സ്. സമ്മർ സീസണിൽ സമ്മേഴ്സിലല്ല, ബീറ്റ് എനി സീസൺ, എല്ലാ സീസണിലും സിന്തറ്റിക് ക്ലോത്തിങ്ങിനെക്കാട്ടും ഏറ്റവും കംഫർട്ടബിൾ കോട്ടൺ ക്ലോത്തിങ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ ഗാർമെൻറ്റ്സും കോട്ടൺ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
കോട്ടൺ ഇന്നർ ഗാർമെൻറ്റ്സ് ആകുമ്പോൾ നമുക്ക് ബ്രീതബിൾ ആയിരിക്കും, നല്ല ബ്രീതബിൾ ഫാബ്രിക് ആയിരിക്കും. ബട്ട് സിന്തറ്റിക് ലൈക്ക് നൈലോൺ ആൻഡ് ഓൾ അതൊക്കെ ഒട്ടും എയർ പാസിങ് ഇല്ല. അപ്പം ഇങ്ങനത്തെ നൈലോൺ ഫാബ്രിക് ഒക്കെ ആകുമ്പോൾ ഒട്ടും ബ്രീതബിൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഇന്നർ വെയേഴ്സൊക്കെ കോട്ടൻ്റെ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല എയർ പാസിങ് ആയിരിക്കും, ബ്രീതബിൾ ആയിരിക്കും. അത് നമ്മുടെ ആ വെജൈനൽ ഏരിയ, അണ്ടർ ആംസിൻ്റെ ഏരിയ, നിപ്പിൾ ഏരിയ ഒക്കെ വെറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ആൻഡ് സീരിയസ്ലി ഡോണ്ട് വാണ്ട് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും കോട്ടൺ ക്ലോത്തിങ് ട്രൈ ചെയ്യുക. ആൻഡ് ട്രൈ ടു അവോയ്ഡ് യൂസിങ് ടൈറ്റ് ക്ലോത്ത്സ് ഫോർ എ ലോങ്കർ പീരീഡ്. അതായത് കുറച്ച് പീരീഡിലേക്കാണ് നിങ്ങൾ ടൈറ്റ്സ് ഒക്കെ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ലോങ്കർ ഡ്യൂറേഷനിലേക്കാണെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് അവോയ്ഡ് ഇറ്റ്. അത് ഭയങ്കര അൺകംഫർട്ടബിളും ആണ്. ആൻഡ് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഹെൽത്തിനെയും നന്നായിട്ട് ഇത് നെഗറ്റീവായിട്ട് തന്നെ അത് എഫക്റ്റ് ചെയ്യും. ദെൻ നൈറ്റിലാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ലൂസ് ഡ്രസ്സസ് ഇടുക, സോ ദാറ്റ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ലൂസ് ക്ലോത്തിങ് ഇടാനായിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, വെറ്റ് ക്ലോത്ത്സ്. നിങ്ങൾ മഴ നനഞ്ഞിട്ട് വന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്വെറ്റി ആയിട്ടുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ക്ലോത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യാം. നിങ്ങളെപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ക്യാരി ആൻ എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ് നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്വെറ്റി ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഇച്ചിങ് ഒക്കെ അണ്ടർ ആംസിലും പ്രൈവറ്റ് പാർട്സിലും വജൈനൽ ഏരിയയിലൊക്കെ ഇച്ചിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ചേഞ്ച് ചെയ്യുക. കാരണം അത് അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ബാക്ടീരിയയ്ക്ക് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ചാൻസാണ് കിട്ടുന്നത്. അപ്പോൾ ആ ചാൻസ് നിങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ മഴ നനഞ്ഞാലും സ്വെറ്റി ആയിക്കഴിഞ്ഞാലും ക്ലോത്ത്സ് എപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ആൻഡ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് ട്രൈ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, അവോയ്ഡ് യൂസിങ് സെൻറ്റഡ് പ്രോഡക്ട്സ്. ഈ മാർക്കറ്റിൽ ഒരുപാട് കെമിക്കൽ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ വജൈനൽ ഏരിയയിൽ നിങ്ങളുടെ pH ലെവൽ ബാലൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങളുടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാത്തിടം വരെ നിങ്ങൾ ഒരു പ്രോഡക്റ്റും നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിൽ യൂസ് ചെയ്യരുത്. നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ എന്തെങ്കിലും ഒരു ചെറുത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അൺബെയറബിൾ ആയിരിക്കും, അതിൻ്റെ പെയിനും അതിൽ വരുന്നുള്ള ഡിസ്കംഫർട്ടും ഒക്കെ. സോ സെൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വേഴ്സൺ ആവുകയുള്ളൂ. അപ്പം അതിൽ ബെറ്റർ നിങ്ങൾ ജസ്റ്റ് വാം വാട്ടർ കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പെർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല. ബട്ട് നിങ്ങളുടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാവുള്ളൂ. ബിക്കോസ് യുവർ ഡോക്ടർ നോസ് മച്ച് ബെറ്റർ ദാൻ യു അല്ലേ. അതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ പ്രൈവറ്റ് പാർട്സിൽ എന്തും യൂസ് ചെയ്യാറുള്ളൂ. ഐ ഹോപ്പ് ഞാനിതിൽ മോസ്റ്റ് ഓഫ് ദി തിങ്സ് കവർ ചെയ്തു. ഡാർക്ക്നെസ്, ഹൈജീൻ, ഓർഡർ, ബാഡ് ഓർഡർ. അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ നമ്മുടെ പ്രൈവറ്റ് പാർട്സിന് ചെയ്യേണ്ട ഹൈജീൻ റിലേറ്റഡ് കാര്യങ്ങൾ. ഐ ഹോപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.